ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വരുന്നത് വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഡിന്നർ സ്പെഷ്യൽ റെസിപ്പിയും കാര്യങ്ങളും എല്ലാം നിങ്ങളോടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മറക്കാതെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തേക്കണേ. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോട്ടെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. ഇതാ ഒരു സ്പെഷ്യൽ ഡിന്നറൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഒരു ഫുൾ ചിക്കൻ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ പർദീസ അല്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ചിക്കൻ കോട്ടിങ്ങൊക്കെ കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി വെക്കട്ടെ. അപ്പോൾ ഇതാ ഫുൾ ചിക്കൻ എടുക്കുക കേട്ടോ. ഫുൾ ചിക്കൻ നിങ്ങൾ എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒരു ഫോർക്കോ ഒരു കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇങ്ങനെ ഒരു കുത്തിട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇതുപോലെ ഞാൻ വീഡിയോ കാണിക്കുന്നത് പോലെ അത് മസാലയൊക്കെ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ച് ചിക്കൻ നല്ല സോഫ്റ്റ് ആവാനും ടേസ്റ്റി ആവാനും ഒക്കെ വേണ്ടിയിട്ടാണ്. നമ്മളിതില്ലേ നേരത്തെ ഇപ്പോൾ ഇന്ന് രാത്രി ഉണ്ടാക്കാനാണെങ്കിൽ രാവിലെ തന്നെ മസാലയൊക്കെ പുരട്ടി വെക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ മസാല കാര്യങ്ങളൊക്കെ നോക്കാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്. സെയിം പാനിൽ തന്നെ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് 2 ടീസ്പൂൺ, ഞാൻ കുറച്ചുകൂടെ 1 ടീസ്പൂൺ പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ പെപ്പർ പൗഡർ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ മസാലകളൊന്നും വ്യത്യാസപ്പെടുത്തരുത് കേട്ടോ, ഇതിങ്ങനെ തന്നെ ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു മൊത്തത്തിൽ. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് മതിയിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി ക്യാപ്സിക്കല്ലേ, ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കൈപ്പിടി നമ്മളൊരു ഹാൻഡ്ഫുൾ ഓഫ് മല്ലിയില അത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിനയിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഭയങ്കര ഈസിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. എന്നാൽ നമുക്ക് കിട്ടുന്നതോ ഒരു ബിഗ് റിസൾട്ടും ആയിരിക്കും കിട്ടുക. ഇനിയിപ്പോൾ നമ്മൾ കയ്യിൽ മന്തി മസാല ഉണ്ടാവില്ലേ, അതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ മന്തി മസാല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറബിക് മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു മാഗി ക്യൂബ്, ചിക്കൻ ക്യൂബില്ലേ, അത് ഒരെണ്ണം പൊടിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ലെമൺ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. ലെമൺ ഇല്ലെങ്കിൽ നിങ്ങൾ വിനാഗിരി ഇല്ലേ, സുർക്ക, അത് കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഇതാ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതിലേക്ക് പിന്നെ ഇനി കുക്കിങ്ങിന് ഓയിലും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യില്ല. ഈ ഒരു ഓയിൽ തന്നെ ചെയ്യുന്നുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണ്ട. ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിതാ നന്നായിട്ടൊന്ന് ആ ഓയിലും മസാലയും ഒക്കെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതിലേക്ക് വെള്ളമോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ അതൊരു ഗ്രേവി ടൈപ്പ് ആയിട്ട് വരും. ചിക്കൻ എന്നുള്ള ആ വെള്ളവും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട്. ഇനിയിപ്പോൾ അത് മിക്സ് ആക്കിയതിന് ശേഷം ചിക്കനിലേക്ക് ഈ മസാല മൊത്തം ഇങ്ങനെ പുരട്ടി കൊടുക്കുക. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല ആകുന്ന രീതിയിൽ നമ്മൾ കൈവച്ചിട്ട് നന്നായിട്ട് ആക്കി കൊടുക്കുക കേട്ടോ. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ വേണം ആക്കി കൊടുക്കാൻ. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഒരു വൈകുന്നേരം ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. എന്തായാലും ഒരു 2 മണിക്കൂർ ഞാൻ വെക്കുന്നുണ്ട്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ മസാല പുരട്ടിയിട്ട്. കാരണം ഫുൾ ചിക്കൻ അല്ലേ. പിന്നെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ രാവിലെ തന്നെ നേരത്തെ ആക്കി വെച്ചോ. ഇന്നുള്ളത് ഇന്നലെ തന്നെ ആക്കി വെച്ചാൽ നല്ലതാണ്. നമ്മൾ ഫ്രിഡ്ജിൽ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി. പിന്നെ നിങ്ങൾ ഇനിയിപ്പോൾ ഫുൾ ചിക്കൻ ഇല്ല എന്നൊന്നും വിചാരിച്ച് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട. ചിക്കൻ വലിയ പീസാക്കിയിട്ട് എടുത്താൽ മതി. എന്നിട്ട് ഞാൻ പറയുന്ന പോലൊക്കെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇതാ മസാലയ്ക്ക് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക ഒരു 2 മണിക്കൂർ. അപ്പം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസിയായിട്ട്. കുക്കിങ്ങിനൊന്നും അധികം സമയമില്ല. ഈ ഒരു പാർട്ട് ചെയ്ത് വെച്ചാൽ മതി. ബാക്കി നമുക്ക് ഭയങ്കര ഈസിയാട്ടോ അത്. ഇനിയിപ്പോൾ അതിന് ശേഷം ഞാൻ മുറ്റത്ത് പുല്ലിലൊക്കെ ആ ഒരു ബൊഗൺവില്ലയിൽ നിന്നും അതുപോലെ തന്നെ ആ ഒരു ചെറിയ പ്ലാന്റില്ല അതിൽ നിന്നൊക്കെ ലീഫൊക്കെ തൊഴിഞ്ഞിട്ട് ചില സമയം വൃത്തികേടാവും കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ ഈ പുല്ല് ശ്രദ്ധിച്ചിട്ട് അടിച്ചു വാരണം. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിച്ചു വാരി പോയാൽ പുല്ലിന് കംപ്ലൈൻറ്റ്. അപ്പോൾ രാവിലെ ആ കാര്യങ്ങൾ ചെയ്യലില്ല. മുറ്റം അടിക്കൽ രാവിലെ തന്നെയാണ്. പക്ഷേ വൈകുന്നേരം ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ നിൽക്കുന്ന സമയമൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ വെറുതെ ചെടികളിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത്
ചൂലെടുത്തിട്ട് പതുക്കെ ഇങ്ങനെ തട്ടിത്തട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ നമ്മൾ പുല്ല് നമ്മൾ വെച്ചാലും അതിൻ്റെ ഇടയിലൂടെ മറ്റേ പുല്ലില്ലേ, വില്ലനായിട്ടുള്ള പുല്ല് ഇതിനെ നശിപ്പിക്കാൻ വരുന്നത്, അപ്പോൾ അതുണ്ടാവും കേട്ടോ, ചിലപ്പോൾ വരും. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്തൊക്കെയാണ് കേട്ടോ ഞാനത് എടുത്ത് ഇങ്ങനെ പറിച്ചെടുക്കും. കുറേയൊന്നും ഉണ്ടാവില്ല, ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറിക്കും. എങ്ങനെ ഫസ്റ്റ് മുതലേ നമ്മൾ പറിക്കുന്നതല്ല, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ നോക്കുമ്പോൾ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ ഉണ്ടാവും. അതങ്ങ് പറിച്ചു പോയി കഴിഞ്ഞാൽ അതങ്ങ് ക്ലീൻ ആയിക്കോളും. ഇല്ലെങ്കിൽ അത് മൈൻഡാക്കാതെ ആ പുല്ലിലേക്ക് നോക്കാതെ വിടുകയാണെങ്കിൽ അത് വളർന്ന് നമ്മൾ ഈ പുല്ലിനെ അത് നശിപ്പിച്ച് മൊത്തം അതിൻ്റെ ഈ പുല്ലിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊന്നിങ്ങനെ ചെയ്യലുണ്ട്. അപ്പോൾ ഇന്ന് മൊത്തം ഒന്ന് ജസ്റ്റ് ഒന്ന് ലീഫും അതിലുള്ള വേസ്റ്റ് പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പറിച്ച് എടുക്കലാണ് കേട്ടോ. രാവിലെ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ നമ്മൾ തിരക്കിട്ട പണികളല്ലേ, രാവിലെ വേഗം തീർക്കുക, പണികളൊക്കെ തീർക്കുക എന്നുള്ള ഓട്ടത്തിൽ ഇങ്ങനത്തെ ഡീറ്റെയിൽ പണിക്കൊന്നും നിൽക്കില്ല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഇന്ന് രാവിലെ മുറ്റടിച്ചതാണ്, പക്ഷേ കണ്ട മാവിൻ്റെ ഇല വീഴുന്നുണ്ട് കേട്ടോ ഇപ്പം നന്നായിട്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇനിയിപ്പോൾ അതും കൂടെ ഒന്ന് അടിക്കട്ടെ, അല്ലാണ്ട് വൈകുന്നേരം മുറ്റടിക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. വല്ലപ്പോഴും ഒന്ന് ഇതുപോലെ ഈ പുല്ലൊന്ന് നീറ്റാക്കാൻ വേണ്ടിയിട്ട് ചെടിയൊക്കെ നനക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങും, അത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ രാവിലെ ഞാൻ ചെടികൾക്കൊക്കെ വെള്ളം നനച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ദൂരെയൊക്കെ നല്ല വെയിലും ആ ഒരു കാറ്റും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഡ്രൈ ആവും പെട്ടെന്ന്. പാന്തൂരത്തിനെ പെട്ടെന്ന് നമ്മൾ എന്താ പറയുക, വെള്ളം ഡ്രൈ ആവാൻ സമ്മതിക്കരുത്, എപ്പോഴും വെള്ളം നനച്ചുകൊണ്ടിരിക്കണം ഇനിയുള്ള കാലാവസ്ഥയിൽ. അപ്പോൾ രാവിലെ നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് മുറ്റടിക്കലും നനക്കലും എല്ലാം കഴിഞ്ഞതായിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇന്നിപ്പോൾ നനക്കാനൊന്നും ഇല്ല. ജസ്റ്റ് ഞാനിപ്പോൾ ഡെയിലി പുല്ല് നനച്ചു കൊടുക്കലുണ്ട്. അപ്പോൾ പുല്ലും കൂടെ ഒന്ന് നനച്ചു കൊടുക്കണം, ജസ്റ്റ് ഒന്ന്, ഒരുപാടൊന്നുമില്ല, ഒന്നിങ്ങനെ നനച്ചു കൊടുക്കും, അത്ര തന്നെ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് മുറ്റടിക്കലും പുല്ല് നനക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്ലീനായിട്ട് കിടക്കുമ്പോൾ ഒരു ഭംഗിയാട്ടോ. പുല്ലിലേക്ക് നോക്കുമ്പോഴാണെങ്കിലും മുറ്റത്തേക്ക് നോക്കുമ്പോഴാണെങ്കിലും നല്ല രസമാണ് കാണാൻ. നമ്മളെ ബൊഗൺവില്ലയൊക്കെ സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല വെയിലായില്ലേ, അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മുട്ടൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് വരുന്നുണ്ട്. മാവിൻ്റെ ഇല ഇപ്പം മാവിൻ്റെ ഇലയാട്ടോ. കുറച്ച് കഴിഞ്ഞാൽ മാവിൻ്റെ പൂ ഇങ്ങനെ കരിഞ്ഞിട്ട് തൊയ്യാൻ തുടങ്ങും, അങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കണ്ണിമാങ്ങ, അങ്ങനെ 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 അടിച്ചു വരാനായിട്ട് കാരണങ്ങൾ എന്തായാലും ഉണ്ടാവും, ഡെയിലി അടിച്ചു വരാൻ. അപ്പോൾ അതുകൊണ്ട് ബൊഗൺവില്ല ഉണ്ടല്ലേ, അത്യാവശ്യം നല്ലോണം പൂ വരുന്നുണ്ട് കേട്ടോ, നന്നായിട്ടും മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് റെഡി ആയിട്ട് വരാനേ ഉള്ളൂ. ഇപ്പോഴല്ലേ നല്ല വെയിൽ തുടങ്ങിയത്. ഇതിനിടക്കും കൂടെ ഒരാഴ്ച മുമ്പ് വരെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കിവിടെ. ഭയങ്കര മഴയല്ലെങ്കിലും ചില സ്ഥലത്തൊക്കെ നന്നായിട്ട് പെയ്യുക തന്നെ ചെയ്തു, നന്നായിട്ട് പെയ്തു. ചില സമയത്ത് ചില സ്ഥലത്ത് പെയ്തില്ല, അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ കലാപരിപാടികളാണ് ഇതൊക്കെ. ആറിയിട്ടത് ഉണ്ടാവും, ഉണങ്ങിയതുണ്ടെങ്കിൽ അത് മടക്കി വെക്കും കേട്ടോ. ഇങ്ങനെ ഞാൻ ഒന്ന് ആറിടുന്ന സമയത്ത് അടുത്തത് എടുത്തിട്ട് മടക്കി വെക്കുകയാണ് ചെയ്യുക. ഇന്നിപ്പോൾ അലക്കാനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ആറിയിട്ടതൊക്കെ ഉണങ്ങിയതൊക്കെ നോക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് കൊണ്ടിട്ടാൽ, കട്ടിലൊക്കെ കൊണ്ടിട്ടാൽ അവിടെ ഇരിക്കുകയുള്ളൂ. പിന്നെ ചെയ്യാന്ന് ഓർത്തിട്ട് അടുത്ത ദിവസം അതിൻ്റെ മുകളിൽ കൊണ്ടിടും, അങ്ങനെയാണ് ചെയ്യുക. അങ്ങനെ ഉണ്ടാവാറൊക്കെ ഉണ്ട് കേട്ടോ, മടിയൊക്കെയുള്ള ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുള്ള ദിവസമൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ വേഗം തന്നെ അതൊന്ന് കയ്യോടെ തന്നെ മടക്കി വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ മഗ്‌രിബ് കൊടുക്കുന്നതിൻ്റെ മുമ്പുള്ള പണികളാണ് ഇതൊക്കെ. ബാങ്ക് കൊടുത്താൽ പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയി, പിന്നെ ഡിന്നർ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഞാൻ 6 മണീൻ്റെ മുമ്പേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഫുഡൊക്കെ ആകുമ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് കഴിക്കുന്ന സമയത്ത് തന്നെ ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ കേട്ടോ. എനിക്കിഷ്ടമായിട്ട് ഇങ്ങനെ വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ പരീക്ഷിക്കാനൊക്കെ. പണ്ട് ഇപ്പോൾ യൂട്യൂബ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ രാത്രിയിൽ ചിലപ്പം എഡിറ്റിങ്ങിന് ഇരിക്കും, അല്ലെങ്കിൽ വീഡിയോൻ്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും, ഷൂട്ടിംഗ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ അല്ലാത്ത സമയത്ത് നമ്മൾ ഫ്രീ അല്ലേ. അപ്പോൾ എനിക്കിങ്ങനെ വൈകുന്നേരം തോന്നുക ചെയ്യുക, ഇന്നത് ചെയ്താൽ ഇതുണ്ടാക്കി നോക്കിയാലോ, അതുണ്ടാക്കി നോക്കിയാലോ എന്നിട്ട്. ഇപ്പോൾ കുറേ കുറവാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോ ഉള്ള ദിവസമല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അല്ലാത്ത ദിവസം ആ ദിവസം ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അല്ലാത്ത ദിവസം ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുക. അങ്ങനെ കുറേ റെസിപ്പികളെല്ലാം പഠിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്ത് ബട്ടർ ചിക്കൻ പെട്ടെന്നൊരു തോന്നല, അതുണ്ടാക്കിയാലോ ഇതുണ്ടാക്കിയാലോ എന്നൊക്കെ തോന്നും കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി പരീക്ഷിച്ച വിഭവങ്ങളാണ് അധികവും.
ഇനിയിപ്പോൾ നമ്മളെ ചിക്കൻ പറുദീസയിലേക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ നാനാട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ. അപ്പോൾ അതിലേക്കായിട്ട് നല്ല പെർഫെക്റ്റ് ബട്ടർ നാനാണ്. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസ് എടുക്കുക, അങ്ങനെ കേട്ടോ. 2 കപ്പ് 1/2 കിലോ മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ, കട്ട തൈര് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തൈര് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് 1/4 കപ്പ് എടുക്കുക. ഇനി അതിലേക്കൊരു 1/2 ടീസ്പൂൺ നമ്മൾ ബേക്കിംഗ് സോഡയില്ലേ, തൈര് ചേർക്കുന്നതുകൊണ്ട് ബേക്കിംഗ് പൗഡർ ചേർക്കരുത്, ബേക്കിംഗ് സോഡയാണ് കേട്ടോ എടുക്കേണ്ടത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തോ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ തൈര് വെറ്റല്ലേ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. പച്ചവെള്ളം കേട്ടോ, ചൂടുവെള്ളമല്ല, പച്ചവെള്ളം ഒഴിച്ചിട്ട് ബാക്കിയും കൂടെ കൈ വെച്ചിട്ട് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. എന്നാൽ ഇത് ഫ്ലോപ്പായി പോകുന്നില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്നിച്ച് ഇതിലേക്കുള്ള വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ചെടുക്കരുത്. കുറച്ച് ഒഴിച്ചിട്ട് നോക്കി നോക്കുക, ആ രീതിയിൽ പതുക്കെ കുഴച്ചെടുക്കുക. പിന്നെ ഒരു മാവ് നമുക്ക് വേണ്ടത് ചപ്പാത്തി പരുവം ആ ഒരു രീതിയിലല്ല കേട്ടോ, കുറച്ച് സ്റ്റിക്കി ആയിട്ട്, കുറച്ച് ലൂസായിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് കുഴക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. ഈ ഒരു രീതിയിൽ സ്റ്റിക്കി ആയിട്ടുള്ള പക്കാ സ്റ്റിക്കി ആയിട്ടുള്ളൊരു മാവാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുത്തു, അത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ കേട്ടോ, ഏത് ഓയിലായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, വെളിച്ചെണ്ണ എടുക്കണ്ട. കുറച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇത് നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. 2 മിനിറ്റ് ഈ മാവ് നല്ല സോഫ്റ്റ് ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും മാവ് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കുഴച്ച് കഴിയുമ്പോഴും നമുക്ക് ഈ ഒരു സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അതന്നെയാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. ഒന്നും പേടിക്കൊന്നും വേണ്ട. ഈ ഒരു രീതിയിൽ ഞാൻ 1 ടീസ്പൂണും കൂടെ ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് റോളാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കില്ലേ ഈ ഒരു സമയത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട. അതാ പറഞ്ഞാൽ കുറച്ചുകൂടെ ഭയങ്കര ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇത് നമുക്ക് ബോൾസ് ആക്കിയിട്ടെടുക്കാം. എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് കുറച്ച് വലിയ ബോൾസ്, ചെറിയ ചപ്പാത്തിൻ്റെ ബോൾസ് അല്ല, അതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പമുള്ള ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ഇനിയൊക്കെ ഈസി ആക്കിയിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഓയിലാക്കി കൊടുത്തല്ലോ. ഇനി നമുക്ക് കയ്യിൽ ഒട്ടും, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. നമുക്ക് കൈ കൊണ്ട് തന്നെ വേണമെങ്കിൽ എടുക്കാം, കട്ട് ചെയ്ത് എടുക്കുക. പക്ഷേ കയ്യിൽ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നൈഫോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തോ. എനിക്കിപ്പോൾ ഒരു 1/2 കിലോ 2 കപ്പ് അളവിൽ മൈദ ഉപയോഗിച്ചിട്ട് എനിക്കിത് കിട്ടിയത് 7 ബട്ടർ നാനാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറേ വേണമെങ്കിൽ നിങ്ങൾ മൈദ കുറച്ചുകൂടെ അളവിലെടുക്കാം. അപ്പോൾ ഞാൻ വീഡിയോ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചപ്പാത്തിക്കൊക്കെ നമ്മൾ റോളാക്കി എടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് റോളാക്കി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ബോൾസ് ചെറുതായി പോകരുത്, ഈ ഒരു വലുപ്പമെങ്കിലും വേണം കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ബോൾസാക്കി, സാധാ നമ്മൾ ബോൾസാക്കിയിട്ട് എടുക്കൂലേ, അതുപോലെ ബോൾസാക്കിയിട്ട് എടുക്കാം ഓരോന്നും. അപ്പോൾ ഞാനിതാ ബോൾസ് ആക്കിയത് വെക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈദ അവിടെ ഇരുന്ന് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഓരോന്നും അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ. ഈ ബോൾസ് ആക്കുന്നതിന് അങ്ങനെ പ്രത്യേകത ഒന്നുമില്ലേ, ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കയ്യിൽ ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പാർട്ടികളിലും എല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന, നമുക്കാണെങ്കിലും ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും പുറത്തൊക്കെ ഫുഡ് പോയിട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ, റെസ്റ്റോറൻറ്റിലത്തെ ഫുഡൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ നമുക്കും നമ്മളെ വീട്ടിൽ ഈ ഒരു എന്താ പറയുക, ആ രീതിയിലൊക്കെ നമുക്ക് സെറ്റാക്കാട്ടെ. നമ്മളെ കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒക്കെ അങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നല്ല രസമല്ലേ. അതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അപ്പോൾ ഞാൻ ബോൾസ് ആക്കിയതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയാണ് നമ്മളിത് അരമണിക്കൂർ ഒരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു ടർക്കി വെച്ചിട്ട്
ഒന്ന് നനച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് അടച്ച് വെച്ചാലും മതി കേട്ടോ, ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അരമണിക്കൂർ ഇതിങ്ങനെ വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുത്തു, ഞാൻ നമസ്കാരവും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിട്ടൊക്കെ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മാവ് ആ സമയം കൊണ്ട് റെസ്റ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ചിക്കനും നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ അത് ജസ്റ്റ് കുക്ക് ചെയ്യുക, ഇത് ജസ്റ്റ് ചപ്പാത്തി പോലെ ചുട്ടെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ഈസിയാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ചൂസ് ചെയ്തോ, ധൈര്യമായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഭയങ്കര എളുപ്പമല്ലേ. ചിക്കനിലാണെങ്കിൽ നമ്മൾ ഓവർ പണിയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ചിക്കൻ ക്ലീൻ ആക്കിയതിലേക്ക് ജസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് മസാല ആക്കിയിട്ട് വെച്ച് കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരെ ഞാനിവിടെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. ഇനി ഇതില്ലേ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് വെന്ത് വരണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഈ പാൻ ഒന്ന് ചൂടാകുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറഞ്ഞ തീയിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇത് പതുക്കെ കുക്കാവട്ടെ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി ഗ്രേവിയൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇടയ്ക്ക് നിങ്ങൾ നോക്കണം. മൊത്തം നമുക്കിതിന് വേണ്ടത് 45 മിനിറ്റ് കേട്ടോ. അടുപ്പിൽ വേവിച്ചെടുക്കുന്നത് 45 മിനിറ്റാണ്. കാരണം വലിയ ഫുൾ ചിക്കനല്ലേ, ചെറിയ ചെറിയ പീസല്ലല്ലോ. അപ്പോൾ ഇത് കണ്ട് ഒരു 10 മിനിറ്റിന് ശേഷം ഇപ്പോൾ ഇത് ഞാൻ നോക്കിയതാ ചെറുതായിട്ട് വെള്ളമൊക്കെ വരുന്നുണ്ട്. ഇനിയും വരും കേട്ടോ, ഒരുപാടല്ല എന്നാലും ഒരു ഗ്രേവി ടൈപ്പുള്ള വെള്ളമൊക്കെ ഇതിൽ വരും. ഇടയ്ക്കൊന്ന് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും തവി വെച്ചിട്ട് ഉടഞ്ഞു പോകരുത്, ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ പാൻ വെച്ചിട്ട് ഞാൻ ചെയ്ത പോലെ ചെയ്യാം. ഇനിയിപ്പോൾ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പതുക്കെ സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ അതിന് ശേഷം 10 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ 20 മിനിറ്റ് ആയില്ലേ. അതിന് ശേഷം ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അടിഭാഗം ചെറുതായിട്ടൊക്കെ മുരിഞ്ഞ് കുറച്ച് ഗ്രേവിയൊക്കെ ആയി നമ്മൾ ആ ക്യാപ്സിക്കവും ലീഫും എല്ലാം അതിലേക്കായിട്ട് ഒരു ജ്യൂസി ആ ഒരു പരുവൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഗ്രേവിയും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ഇനിയിപ്പോൾ തിരിച്ചിട്ട് കൊടുത്തു. ഇനിയും അടച്ച് വെച്ച് കൊടുക്കുക. വീണ്ടും ഇത് കുക്കാവട്ടെ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. മൊത്തം കുക്കിംഗ് ടൈമാണ് ഞാൻ പറഞ്ഞത് 40-45 മിനിറ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. എന്നാൽ ചിക്കൻ ഉടഞ്ഞു പോവുകയൊന്നും ചെയ്യരുത്. ഇപ്പോൾ അത്യാവശ്യം ഗ്രേവിയും കാര്യങ്ങളൊക്കെ ആയി. ഇനി ഒരു അരമണിക്കൂറായിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ. അപ്പോൾ സൈഡിൽ വരുന്ന ആ ഗ്രേവി ഇല്ലേ, നമ്മൾ ചിക്കൻ്റെ മുകളിലേക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ പിടിച്ച് ഉപ്പും മസാലയൊക്കെ പിടിച്ച് ഒന്ന് ചിക്കൻ നല്ല സോഫ്റ്റും ടേസ്റ്റും ഒക്കെ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ പിന്നെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ അടുപ്പിൽ വെച്ചിട്ട്. അല്ലാണ്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഇനി വല്ലാണ്ടുള്ള പണികളും കാര്യങ്ങളും ഒന്നുമില്ല. ഇനി ഇത് കുക്കായി വന്നിട്ട് ഒരു കാര്യം കൂടെ ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പൊട്ടിപ്പോവാതെ ഒരു 10-15 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യുക. ആ ഒരു ഗ്രേവി മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്ര കാര്യങ്ങൾ ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ളതുള്ള. ഇപ്പോൾ ചിക്കൻ വെന്ത് ആയി വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ട ഗ്രേവി വന്ന് കണ്ടോ, നമ്മൾ വെള്ളവും കാര്യങ്ങളും ഒന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല. അത്യാവശ്യം ഗ്രേവിയും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അവസാനം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ അതും കൂടെ വരുമ്പോഴാണ് നമ്മളെ ചിക്കൻ പറുദീസ ആവുന്നത്. ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് വേറെ ലെവലിലേക്ക് മാറും കേട്ടോ. ആ ഒരു സമയത്ത് ഞാനിത് ഫുൾ ചിക്കൻ്റെ വേറൊരു റെസിപ്പി മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വേറെ തന്നെ റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ഇതൊരു 10 കാഷ്യൂനട്ട് ഞാൻ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇതിന് ടേസ്റ്റേ മാറും കേട്ടോ. ഇതിൻ്റെ വേറൊരു ലെവലിലേക്ക് നമ്മൾ ചിക്കൻ മാറും. ഈ ഒരു ഗ്രേവി ഇതിൽ മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിൽ കിടന്നിട്ട് ചിക്കൻ 5 മിനിറ്റ് കുക്കാവണം. അപ്പോൾ ഈ ചിക്കന് ഒരു എന്താ പറയുക, വല്ലാത്തൊരു ടേസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ ഗ്രേവിയൊക്കെ നല്ലൊരു റിച്ച് ഗ്രേവി ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ഞാൻ പതുക്കെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് തിരിച്ചും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ 2 ഭാഗം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ചിക്കൻ പറുദീസ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടാൽ മനസ്സിലാവും. പൊറോട്ടൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും നാനിൻ്റെ കൂടെയും അങ്ങനെ ചപ്പാത്തീൻ്റെ കൂടെയും എല്ലാം കോമ്പിനേഷനായി. ഇപ്പോൾ ഗീ റൈസിൻ്റെ കൂടെയും എല്ലാം കോമ്പിനേഷനായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു പാർട്ടി സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ. ഇതൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പാർട്ടിയിൽ നിങ്ങൾ തന്നെ ആവട്ടോ സ്റ്റാർ. ഇനിയിപ്പോൾ പാർട്ടിയിൽ അല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഒരു തവണ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. സൈഡായിട്ട് ബട്ടർ നാൻ
പൊളി കോമ്പിനേഷനാണ്. അല്ല ചപ്പാത്തി ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഞാനിത് തിരിച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ എല്ലാ ഭാഗവും ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. അപ്പോൾ നമ്മളെ ചിക്കൻ പറുദീസ സെറ്റാണ്. ഞാനിതാ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബട്ടർ നാനില്ലേ, ബട്ടർ നാനിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഇതാ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് പരത്തിയെടുക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ബട്ടർ നാൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാവ് സ്റ്റിക്കി ആവണം. ഭയങ്കരമായിട്ടല്ല, എന്നാലും മാവ് സ്റ്റിക്കി ആവണം. മാവ് ഒരിക്കലും ടൈറ്റ് ആവരുത് കേട്ടോ. നിങ്ങൾക്ക് കൈ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി കയ്യിലാക്കിയിട്ട് അത് ഹാൻഡിൽ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാടൊന്നും ആക്കി കൊടുക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ആക്കി കൊടുത്തിട്ടില്ല, എൻ്റെ കറക്റ്റ് പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. കാര്യം ഈ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ആ ഒരു സ്റ്റിക്കി മാവാണ് നമുക്ക് വേണ്ടത് കേട്ടോ. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് വരിക. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുന്നതിനേക്കാളും നമുക്ക് കിട്ടുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ളൊരു നാന നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഞാൻ കുറച്ച് മൈദപ്പൊടി സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ റോൾ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാടൊന്നും പരത്തി ബുദ്ധിമുട്ടാനൊന്നും ഇല്ല കേട്ടോ. ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി കൊടുക്കുക. റൗണ്ടായിട്ട് തന്നെ ഞാനിപ്പോൾ പരത്തിയെടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത്രയൊന്നും ആക്കി എടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ ചെയ്യട്ടെ. ഞാൻ പറയുന്നതിനേക്കാളും ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ആ ഒരു നാനിൻ്റെ ആ ഒരു ഷേപ്പില്ല, ആ ഒരു ഓവൽ ഷേപ്പ്, ആ ഷേപ്പിലേക്ക് ഇത് വരുക ആയി. അതാണ് ഞാൻ പറഞ്ഞത് മാവ് സ്റ്റിക്കി ആവണമെന്ന്. മാവ് സ്റ്റിക്കി ആകുമ്പോൾ നമ്മൾ കൈ വെച്ച് അങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇങ്ങനെ വലിഞ്ഞ് വന്നോളും. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഒരു അയണിൻ്റെ പാൻ ഞാൻ വെച്ച് കൊടുത്തിട്ട്, നമ്മൾ ദോശത്തവയൊക്കെ അല്ലേ, നോൺ സ്റ്റിക്കല്ല ഇരുമ്പിൻ്റെ ദോശത്തവ വെച്ച് കൊടുത്തിട്ട് ചൂടാക്കുക. നോൺ സ്റ്റിക്കിലും ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. പക്ഷേ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുക ഈ ഒരു അയൺ തവയാണ് കേട്ടോ. അപ്പം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഒരു എന്താ പറയുക, ചെറിയ ലോ ഫ്ലെയിമല്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ പാനൊക്കെ നന്നായിട്ട് ചൂടായി. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്കില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ നമ്മളെ നാനിൻ്റെ ഒരു വശത്ത് വെള്ളം കൈകൊണ്ട് വെള്ളം ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരു വശം മാത്രം കേട്ടോ. ആ വെള്ളം ആക്കിയ വശമാണ് ഇപ്പം ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തത്. വെള്ളം ആവാത്ത വശം മുകളിലേക്കും ആയത് താഴെയാണ് കേട്ടോ വന്നിട്ടുള്ള. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പതുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ സ്റ്റിക്കായിട്ട് നിന്നോളും. എന്നിട്ടൊരു 30 സെക്കൻഡ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതുപോലെ തിരിച്ചു കൊടുക്കുക. നമ്മൾ അതിനാണ് ആ ഒരു നാനിൻ്റെ ഒരു വശത്ത് ഞാൻ വെള്ളം ആക്കി കൊടുത്തത് കേട്ടോ. കാരണം ആ ഒരു അയൺ പാനിൽ അത് സ്റ്റിക്കി ആയിട്ട് നിൽക്കണം. നമ്മളെ നോൺ സ്റ്റിക്ക് പാനിൽ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് കുറച്ച് റിസ്ക്കാണ്. എന്താണെന്ന് വെച്ചാൽ ദോശ അത് നമ്മൾ പാന് സ്മൂത്തല്ലേ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട്, അതുകൊണ്ട് തന്നെ അതിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കില്ല. ഇങ്ങനെ പിടിച്ച് നിൽക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള നാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. 30 സെക്കൻഡ് ഒരു ഭാഗം, 30 സെക്കൻഡ് തിരിച്ച് വെച്ചിട്ടും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. ഇതിനേക്കാളും കളറാക്കി എടുക്കണമെങ്കിൽ കുറച്ച് സമയം കൂടെ പിടിച്ചാൽ മതി കേട്ടോ. കുറച്ചുകൂടെ കളറാക്കി എടുക്കണമെങ്കിൽ ചിലർക്ക് ഭയങ്കര കളർ, അങ്ങനെ മുരിഞ്ഞ കളർ വേണ്ടി വരും. അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്തോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ നാൻ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, ഞാൻ പറയുന്നില്ല. ഞാൻ കുറച്ച് ബട്ടറിൽ കുറച്ച് മല്ലിയിലയും കൂടെ ആക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതാണ് ബട്ടർ അതിലേക്ക് ഇപ്പോൾ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ചൂടുള്ള നാനിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ബട്ടർ വേണ്ടാത്തവരാക്കണ്ട, പക്ഷേ ബട്ടർ ആക്കി കൊടുക്കുമ്പോഴാട്ടോ ഒന്നും കൂടെ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. നല്ല ടേസ്റ്റാട്ടോ ബട്ടർ ആക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ആക്കി കൊടുത്തു. ഇതൊന്നും നമ്മൾ എപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്ന ഐറ്റമല്ല. അപ്പോൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും ടേസ്റ്റ് ഉണ്ട്. പിന്നെ ചൂടോടെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തണുത്തു പോയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നല്ല ടേസ്റ്റ് കിട്ടുക ചൂടോടെ കഴിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ. ഈ ഒരു ബബിൾസ് വരുമ്പോഴാട്ടോ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. തിരിച്ചിട്ടിട്ട് ഇതുപോലെ 30 സെക്കൻഡ്, അതായത് അര മിനിറ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. 1 മിനിറ്റ് പോലും വെക്കരുത്. കാരണം നിങ്ങൾക്കത് മനസ്സിലായി, ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അയണിൻ്റെ
തവ എടുത്താലാണ് അവിടെ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് നിൽക്കുക. ആദ്യമൊന്നും ഞാൻ വെള്ളം തളിച്ച് കൊടുക്കുന്ന ആ ചൂടൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഞാൻ വീഡിയോ ചെയ്ത പോലെ ഒന്നിങ്ങനെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൽ സ്റ്റിക്കി ആയിട്ട് നിന്നോളും. എന്നിട്ട് 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് തിരിച്ച് 30 സെക്കൻഡ് ഒന്ന് പിടിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെ ബട്ടർ നാൻ നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാനിൽ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ദോശയൊക്കെ ചുടുന്നത് പോലെ ഒരു ഭാഗം ഇങ്ങനെ ബബിൾസ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ബബിൾസ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് കുക്കാക്കി എടുക്കാം. കുഴപ്പമൊന്നുമില്ല, ആ കളറിലായിട്ടൊക്കെ കിട്ടും. പക്ഷേ പെർഫെക്റ്റ് ബട്ടർ നാൻ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. നോൺ സ്റ്റിക്കിൽ ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാ നമ്മളെ ബട്ടർ നാനും ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ റഫിക്കും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഗ്രേവി മുഴുവൻ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തട്ടി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണിത് സെർവ് ചെയ്യുക നമ്മളെ ചിക്കൻ പറുദീസ. അപ്പോൾ അടിപൊളിയല്ലേ? ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഒരിക്കലെങ്കിലും ഭയങ്കര ഈസി അല്ലേ. മൊത്തം മസാല ആക്കി കൊടുത്തിട്ട് ഒന്ന് പുരട്ടി കൊടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പാനിലിട്ടിട്ട് നമ്മൾ പിന്നെ ഒന്നും ചെയ്യണ്ട. അത് താനേ കുക്കായി വന്നോളും. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. ബട്ടർ നാനും നമ്മൾ പറയുന്ന പോലെ ഒന്നല്ല, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ നിങ്ങൾ പിന്നെയും ഉണ്ടാക്കും കേട്ടോ. അത്രയും ടേസ്റ്റാണ്. നമ്മൾ കഴിക്കാൻ തുടങ്ങിയാൽ നമുക്ക് നിർത്താനേ പറ്റില്ല. അത്രയും ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. പാർട്ടിയിലായാലും നിങ്ങൾക്കായാലും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടാണ് കേട്ടോ. ഇന്ന് തന്നെ ഉണ്ടാക്കി കൊടുത്തോ, അല്ലെങ്കിൽ ഈ ഒരു വീക്കെൻഡിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തോ കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള ഐറ്റം കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് നിങ്ങളുടെ കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ എന്തായാലും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തെന്നെയാണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.